ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു റാണി സ്റ്റാരോ ഹിൽ ചാനൽ. ഇന്നിവിടെ നോക്കുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി ഡിവൈൻ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവുകയില്ല. പോസിറ്റീവ് കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നോക്കുക. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്താണെന്ന് വെച്ചാൽ 2 ഓഫ് വാൺസ് ഉണ്ട്, പിന്നെ 3 ഓഫ് സോഡ്സ് ഉണ്ട്, 6 ഓഫ് കപ്സ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്, കിങ് ഓഫ് സോഡ്സ് ഉണ്ട്, 7 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോഴേക്കും നിങ്ങൾ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെ ഫ്യൂച്ചറിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു വഴി സെലക്ട് ചെയ്തിട്ട് പോയതായിട്ട് കാണുന്നുണ്ട്. വളരെ കോൺഫിഡൻറ്റോട് കൂടി നിങ്ങളൊരു ഡ്രീമിലേക്ക് വഴി സെലക്ട് ചെയ്തു എന്ന് തന്നെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ചലഞ്ചസുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ ഓവർകം ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല വിൽ പവർ ഒക്കെ ഉള്ളവരാണ് കേട്ടോ. ഇവിടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണറായി ഈ ടൈമിൽ നിങ്ങൾ കണ്ടെത്തിയതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോയത് എവിടെയാണോ അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തതായിരിക്കണം. ഇവിടെ കുറച്ച് പേര് സ്പിരിച്വലി എവേക്കൻഡ് ആവുന്ന ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അവരിൽ കുറച്ച് പേര് സ്പിരിച്വൽ ലെസൺസ് പഠിക്കുന്നുണ്ട്. അതായത് പുതിയ കോഴ്സ്, പിന്നെ ഡിവൈനായിട്ട് കണക്ട് ആവുന്ന തരത്തിലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ നേച്ചറുമായിട്ട് കണക്ട് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. സ്പിരിച്വൽ വർക്ക്സ് ഒക്കെ ഒരുപാട് നടക്കുന്നവർ ധാരാളം ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നെത്തുന്നു. അതായത് ഒരു ഭയങ്കരമായ ഒരു ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് നിങ്ങൾക്ക് വന്ന് എത്തിച്ചേർന്നെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു 3 സോഡ്സ് നിങ്ങളുടെ ഹാർട്ടിലോട്ട് തറച്ചിരിക്കുന്ന അത്രയും പെയിൻ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള പെയിനിൽ കൂടെ ഇപ്പം കടന്നു പോകുന്നുണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു തിരിച്ചടി കിട്ടിയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്, മൂവ് ഓൺ ചെയ്യുക എന്നാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങളുടെ ഈ സങ്കടം എല്ലാം ഡിവൈൻ കാണുന്നുണ്ട്. നിങ്ങൾ ഈ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കരുത്, പുറത്ത് വരൂ എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ സ്വയം ഒന്ന് ഹീൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഒന്നിനും കരയുകയോ അല്ലെങ്കിൽ ആരുടെ വിശ്വസ്തമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് ഷെയർ ചെയ്യുകയോ ചെയ്ത് നിങ്ങളൊന്ന് സ്വയം ഹീൽ ചെയ്യുക. എന്നിട്ട് ഒന്ന് പുറത്ത് വരിക കേട്ടോ. നിങ്ങൾക്ക് അനുയോജ്യരല്ലാത്തവരെയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിപ്പോയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയും ലൈഫിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ആളുകളാണ്. മുന്നോട്ട് വരിക കേട്ടോ. ഇങ്ങനെ നിൽക്കരുത്. കുടുങ്ങിപ്പോയാൽ നിങ്ങളുടെ പല അവസരങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിന്നും സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്കും നിങ്ങളെ നല്ലൊരു ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വരുന്നൊരു എന്താ പറയുക, ഒരു സോൾമേറ്റിനെ തന്നെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ മാത്രമേ കാണത്തുള്ളൂ, ഇല്ലെങ്കിൽ അതിന് അവസരം കിട്ടത്തില്ല കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ ഈ പെയിൻ അവരും കാണുന്നുണ്ട്, അവരും സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാരൻസ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ആയിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഈ ഇമോഷൻസ് ഒക്കെ അങ്ങ് ഹീൽ ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ നിങ്ങളെ ഈ തിരിച്ചു വരും അവർക്കും കൂടെ ഒരു സന്തോഷം കൊടുക്കും. പ്രതീക്ഷയ്ക്ക് ഇനിയും വകയുണ്ട് കേട്ടോ. നിങ്ങൾ പുറത്തോട്ട് വരിക. പിന്നെ ഇവിടെ നോക്കുമ്പോഴേക്കും നിങ്ങൾ ഇത്രയും പാഠങ്ങളൊക്കെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് വരുമ്പോഴേക്കും ഒരുപാട് ആളുകളെയൊക്കെ വളരെ ബൗണ്ടറി സെറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു. അതായത് വ്യക്തമായിട്ട് നിങ്ങൾ അവരുമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അവരുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാനുള്ളത് എന്നൊക്കെയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വെച്ചിട്ട് ഇമോഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉറച്ച മനസ്സോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നാലും പിന്നെ നിങ്ങളത് ഇമോഷൻ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ ഒരു ബൗണ്ടറിയിൽ നിർത്തിയിട്ടേ നിങ്ങൾ കണക്ട് ആകുന്നുള്ളൂ. പിന്നെ നന്നായിട്ട് അനലൈസ് ചെയ്ത്, ഇപ്പം റിലേറ്റീവ്സ് ആയിരുന്നാലും ഇപ്പം പുതിയതായിട്ട് ആര് വന്നിരുന്നാലും നിങ്ങൾ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തിരുന്ന് മാത്രമേ അവര് നിങ്ങൾ ലൈഫിലോട്ട് വരുന്നുള്ളൂ ഈ സിറ്റുവേഷനിൽ. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അഡ്വൈസ് എന്ന് പറയുന്നത് നന്നായിട്ട് ഐഡിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അതിനൊരു അഡ്വൈസ് ഡിവൈൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ നിങ്ങളുടെ ബുദ്ധി നന്നായിട്ട് ഉപയോഗിക്കുക.
നിങ്ങൾ സ്വസ്ഥമായിരുന്ന് ആലോചിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കാണ്ട് നന്നായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ച് നല്ല സൊല്യൂഷൻസ് എല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു സൊല്യൂഷൻ തന്നെ നിങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാവൂ. പെട്ടെന്ന് ചാടിക്കയറി ഒരു തീരുമാനം എടുക്കരുത്. ഏത് ടഫ് സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നാലും അത് നിങ്ങൾ വളരെ നന്നായിട്ട് ആലോചിച്ച് സമയമെടുത്ത് തന്നെ അതിനൊരു തീരുമാനം എടുക്കുക. കോൺഫിഡൻറ്റോടെ നിങ്ങൾക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള വിൽ പവർ ഉണ്ട്. അത് നിങ്ങൾ ഇച്ചിരി ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ആലോചിച്ച് പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഇവിടെ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണുന്ന ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ്. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പിന്നെ ഇതിപ്പോ കരിയർ പാത്ത് ആവാം, റിലേഷൻഷിപ്പ് ആവാം, ഫിനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആകാം. അതെല്ലാം നിങ്ങൾ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഏതാണോ നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരം അത് നന്നായിട്ട് ആലോചിച്ച് തിങ്ക് ചെയ്ത് അതിലൊരെണ്ണം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതിനെ സെലക്ട് ചെയ്യുക കേട്ടോ. പിന്നെ നോക്കുമ്പോഴേക്കും പിന്നെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാ പോസിബിലിറ്റിയും ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ റിലേഷൻഷിപ്പ് ആയിരുന്നാലും കരിയർ ആയിരുന്നാലും ഫിനാൻസ് ആയിരുന്നാലും നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ പഴയ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കരുത്. അതിന് ഓവർകം ചെയ്ത് വരുന്നവർക്കേ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുള്ളൂ. അത് വ്യക്തമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പാസ്റ്റ് തന്നെയാണ്. അതിനെല്ലാം ലെറ്റ് ഗോ ചെയ്ത് വിടുക, മനസ്സെല്ലാം ക്ലിയർ ആക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം പിന്നെ നിങ്ങളിൽ തന്നെ കറക്റ്റ് സമയത്ത് കണക്റ്റ് ആവും കേട്ടോ. അപ്പം നിങ്ങൾ വിഷമിക്കാണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാ സന്തോഷങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വിഷമങ്ങളൊക്കെ അങ്ങ് മാറിപ്പോകും കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.